ബാക്ക്. ഞാൻ നിങ്ങളുടെ പുതുനായകൻ MK സലീം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തോ കേരളത്തിൽ നടക്കുന്നത് വളരെ വിചിത്രമാണ് അല്ലേ? ഓരോ ദിവസവും ഇതാ ഇന്നലെ തന്നെ ഇന്നാണെന്ന് തോന്നുന്നു ഗവൺമെന്റ് ഒരു നോട്ടിഫിക്കേഷൻ അല്ല, ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. എന്തോ വാർത്താക്കുറിപ്പ്? ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത് അതിന് മുനമ്പത്തെ പ്രശ്നത്തിന് ആലോചിക്കാൻ വേണ്ടി ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത്. അതിന് അർദ്ധ ജുഡീഷ്യൽ പവറും ഇല്ല, ഒരു ജുഡീഷ്യൽ പവറും ഇല്ല, ഒന്നുമില്ല എന്ന് സർക്കാർ ഇപ്പം അവർക്ക് കാശും കൊടുത്ത് അവിടെ പണി തുടങ്ങി. എന്നിട്ടാണ് ഇപ്പൊ പറയുന്ന ആളിന് ജുഡീഷ്യൽ അധികാരം ഇല്ല എന്ന്. പിന്നെ എന്തിനു വേണ്ടിയാ, ആരെ പറ്റിക്കാനായി ഇങ്ങനെ ഒരു കമ്മീഷൻ? ഇവിടെ ഹൈക്കോടതി തന്നെ ചോദിച്ചിട്ട് 2 ദിവസത്തിന് മുമ്പ് നിങ്ങൾക്ക് അധികാരം തന്നു സർക്കാരിനോട്? ഒരു കോടതി വിധിച്ചു കഴിഞ്ഞു, ഇന്ന പ്രോപ്പർട്ടി, ആ മുനമ്പത്തെ പ്രോപ്പർട്ടി അത് വഖഫ് ഭൂമിയാണെന്ന് ഒരു കീഴ്ക്കോടതി വിധിച്ചു കഴിഞ്ഞു. അത് അല്ല എന്നുള്ളത് ഒരു മേൽക്കോടതിക്ക് അത് തിരുത്താൻ പറ്റൂ. അങ്ങനെ തിരുത്താത്തിടത്തോളം കാലം ദാറ്റ് ഈസ് ബൈൻഡിങ്. ആ ബൈൻഡിങ് ഉള്ളത് കൊണ്ടാണല്ലോ ഇവർക്ക് ടാക്സ് അടയ്ക്കണമെന്ന് പറഞ്ഞ മുനമ്പത്തുകാര് കോടതി ചെന്നപ്പോൾ ടാക്സ് അടയ്ക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് അധികാരം എന്ന് തട്ടുകൊടുത്തപ്പോഴത്തെ പിണറായി സർക്കാരിന് കോടതി തട്ടുകൊടുത്തത് നിങ്ങൾ ആരെന്ന് ചോദിച്ചുകൊണ്ട്, നിങ്ങൾ എന്ത് അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ചോദിച്ചപ്പോഴത്തേക്ക് പറയാൻ മറുപടി ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുക. അപ്പോഴാണ് കോടതിയെ പ്ലീസ് ചെയ്യാൻ വേണ്ടി ഇന്നിപ്പോ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ഇത് എന്തുവാ ഇങ്ങനെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ? ലക്ഷക്കണക്കിന് രൂപയാണ് ടാക്സ് പേഴ്സിന്റെ പൈസ വാരിക്കോരി കൊടുക്കുന്ന ഈ റിട്ടയർഡ് ജസ്റ്റിസിനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട്. ആളുടെ കാശ് ഇത് ആരെങ്കിലും മന്ത്രിമാരെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കാശാണ്. ഇത് ഇവിടുത്തെ ടാക്സ് പേഴ്സിന്റെ പൈസ ഖജനാവിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇപ്പം വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ട് എന്തോ പറഞ്ഞിരിക്കുന്നത്? അത് അവിടത്തെ മുനമ്പത്തെ വസ്തുത അന്വേഷിക്കാൻ. എന്തുവാ? അതുകൂടാതെ അവിടെ താമസിക്കുന്നവരുടെ താല്പര്യം എന്താണെന്ന് അന്വേഷിക്കാൻ. ഇത് അന്വേഷിക്കാൻ ഡെയിലി TV കാണിക്കുന്നുണ്ടല്ലോ. അവിടെ പ്രക്ഷോഭം നടക്കുന്ന, അവിടെ ടെന്റ് കെട്ടി അവിടെ ആളുകൾ സമരം ഇരിക്കുന്നു. ഇവിടെ ഉള്ള എല്ലാ നേതാക്കന്മാരും പൊളിറ്റിക്കൽ ലീഡേഴ്സും ചെന്ന് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് ഷാജൻസ്കറിയ പോലും പോയിട്ട് അവർക്ക് കൊടുത്ത ഉറപ്പെന്തോ, നിങ്ങൾ ഇനി തിരുവനന്തപുരത്തേക്ക് ഒരു മാർച്ച് നടത്തണം, കാൽനട ജാഥ. അത് ഞാൻ കാണും മുൻപിൽ, ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടെ വരും. അതാണ് എന്താ കാൽനട ജാഥ? ആരെ തോപ്പിക്കാൻ? കോടതിയെ. വഖഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പിന്നെ അതിന്റെ അപ്പുറം എന്തുവാ? റൂൾ ഓഫ് ലോ കയ്യിലെടുക്കാൻ പറ്റുമോ? ഇവിടുത്തെ നിയമവ്യവസ്ഥയെ കയ്യിലെടുക്കാൻ പറ്റുമോ? കയ്യിലെടുത്ത വ്യവസ്ഥ ഈ അച്ഛന്മാരെല്ലാം കൂടെ ചേർന്ന് വിഴിഞ്ഞത്തെ കയ്യിലെടുത്ത് കണ്ടെല്ലാം അവസാനം ഉണ്ടൊരിഞ്ഞിട്ടുണ്ട് ഓടിയില്ലേ? എല്ലാവരും ക്രിമിനൽ കേസിൽ പ്രതിയായില്ലേ? എന്നാലും പഠിക്കത്തില്ലേ ഇവര്? അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള, ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ വാരി കൊടുത്ത് ഇങ്ങനെയുള്ള ഈ ജുഡീഷ്യൽ കമ്മീഷൻ ഒരു പവറും ഇല്ലാതെ ഇപ്പൊ ഇവര് തന്നെ, സർക്കാർ തന്നെ പറയുന്നു ഇന്ന് തന്നെ പിരിച്ചുവിടണം അവര് കമ്മീഷനെ. ഇത് ആരെ കാശാണ്? ഇത് അക്കൗണ്ടബിലിറ്റി ഉള്ള പൈസ അല്ലേ? ഇത് പാവപ്പെട്ട ജനങ്ങളുടെ കാശല്ലേ എടുത്ത് കൊടുക്കുന്നത്? ഇത് നല്ലൊരു കാര്യത്തിന് നമ്മൾ കൂടെ നിൽക്കാം, സർക്കാരിന്റെ കൂടെ നിൽക്കാം, പിണറായിയുടെ കൂടെ നിൽക്കാം. ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഇങ്ങനെ പൈസ വാരി, ഒന്നാമത് ഖജനാവ് പൈസ ഇല്ല, അങ്ങനെ എടുത്ത് വാരി കൊടുക്കാന്ന് വെച്ചാൽ ആരെ കാശ? ഇത് ആരെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കാശാണ്? മന്ത്രിമാരല്ലോ ഒന്നല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്ന് തന്നെ ആ ജുഡീഷ്യൽ കമ്മീഷനെ പിരിച്ചുവിടണം. ബാക്കി പൈസ എങ്കിലും സേവ് ചെയ്യുക. ഇല്ലെങ്കിൽ അത് അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് പണ്ട് ഇങ്ങനെ ജുഡീഷ്യൽ കമ്മീഷൻ വന്നാൽ വർഷങ്ങളായാലും അവർ റിപ്പോർട്ട് വരുത്തില്ല. ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചതിന്റെ റിപ്പോർട്ടൊക്കെ എന്താ ചെയ്ത്? അതിന്റെയൊക്കെ ഫലം എന്താ? ആരെങ്കിലും പിടിച്ച് ജയിലിൽ ഇട്ട? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെമഡി അതിനെ കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഉടനെ തന്നെ ഇന്ന് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൽ തീരുമാനം എടുത്തിട്ട് അത് ക്യാൻസൽ. കോടതി തന്നെ ഹൂ ഗേവ് യു ദ റൈറ്റ് ടു appoint a judicial commission when the court has ruled that it is a property belongs to Waqf. പിന്നെ ഇപ്പൊ എന്തോ അമെന്റ്മെന്റ് കൊണ്ടുവരുന്നുണ്ടല്ലോ. അമെന്റ്മെന്റ് വരട്ടെ. മുൻകാല പ്രാബല്യത്തോടുകൂടെ വഖഫ് പ്രോപ്പർട്ടി അല്ല, അവരുടെ പ്രോപ്പർട്ടി അല്ല, ഈ എടുത്തവരെ പ്രോപ്പർട്ടിയാന്ന് പറഞ്ഞ് വരട്ടെ. വരുമ്പോ നമുക്ക് കാണാം അങ്ങനെ മുൻകാല പ്രാബല്യത്തോടുകൂടി വരാൻ പറ്റൂ. ഈ 1,000 കോടി വസ്തുക്കളെല്ലാം തിരിച്ചെടുക്കാൻ പറ്റും. ഇത് നടക്കുന്ന കാര്യമില്ല. പിന്നെ അതിനകത്ത് അമെന്റ്മെന്റ്സ് വരണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റൂൾ നമ്പർ 40 എടുത്ത് കളയണമെന്ന് വെച്ചാൽ
ഈ ട്രിബ്യൂണലിൽ ചെന്ന് നിന്ന് ട്രിബ്യൂണൽ പറയുന്ന അന്ത്യവാക്ക്. അതൊന്നുമല്ല. റൂൾ ഓഫ് ലോ അനുസരിച്ച് എല്ലാവർക്കും അപ്പീൽ പോകാനും കോടതിയിൽ പോകാനുള്ള അധികാരമുണ്ട്. ആ അധികാരം കൊടുക്കണം. അത് സിവിൽ കോടതി ആയാലും ഏത് കോടതി ആയാലും കൊടുക്കണം. അതിനെ എതിർക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് കൂട്ടു നിൽക്കാം. അല്ലാതെ ഈ വക്കം പ്രോപ്പർട്ടി കോടതി ഡിക്ലെയർ ചെയ്ത് പ്രോപ്പർട്ടിക്കകത്ത് കയറി ഇരുന്നുകൊണ്ട് അവർ വഞ്ചിക്കപ്പെട്ടു. അതിനിപ്പോ ആര് ചെയ്യും? വഞ്ചിക്കപ്പെട്ടെങ്കിൽ സർക്കാർ ഇടപെട്ട് ഫാറൂഖ് കോളേജിൽ നിന്ന് കാശ് വാങ്ങിച്ച് ഇവരെല്ലാം റീഹാബിലിറ്റേറ്റ് ചെയ്യണം. അവർക്കെല്ലാം അവിടെയൊക്കെ വീട് വെച്ച് കൊടുക്കുന്നതാണെങ്കിൽ വീട് വെച്ച് കൊടുക്കണം. അവരൊക്കെ ഇന്ന് കാശ് ഈടാക്കണം. ഈ കാശ് മേടിച്ച് ഇല്ലീഗലായിട്ട് കാശ് മേടിച്ച്. എനിക്കതേ പറയുള്ളൂ. അതുകൊണ്ട് ഇനി യു കനോട്ട് സ്പെൻഡ് ആ മണി ലൈക്ക് ദിസ്. There has to be an accountability and it has to be accounted. അപ്പൊ അതുകൊണ്ട് ഒരു കോടതി റൂൾ ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാവരും ആ കോടതി വിധിയോട് നമ്മൾ നിൽക്കുന്നേ പറ്റൂ. അതാണ് റൂൾ ഓഫ് ലോ. എല്ലാവരും സമത്വമാണ്. അപ്പൊ അതുകൊണ്ട് യു വിൽ ഹാവ് ടു ക്ലോസ് ദിസ് ചാപ്റ്റർ ആൻഡ് റിലീസ് ദിസ് ജുഡീഷ്യൽ കമ്മീഷൻ. ഈ രാമചന്ദ്ര സാറിന് വെച്ചിരിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷന് അതിന്റെ കാലാവധി. ഡേ ചീഫ് മിനിസ്റ്റർ ഒരു പ്രിജുഡിസും ഇല്ലാതെ പറയാണ്, ഡു ഗുഡ് തിങ്സ്, യു ഗോട്ട് 1 more year, ഓക്കെ, യു ഡു ഗുഡ് തിങ്സ്, വിൽ സപ്പോർട്ട് യു ഹോൾ ഹാർട്ടഡ്ലി. അവിടെ നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷെ ഇഫ് യു ഡു ബാഡ് തിങ്സ് ലൈക്ക് ഈ പ്രാച്ചിമട ആൻഡ് അല്ല ഈ പാലക്കാട്ടത്തെ ബ്രൂവറി ആൻഡ് ലോട്ട് ഓഫ് അതർ തിങ്സ് വിച്ച് ഈസ് വെരി ഹാർംഫുൾ ടു ദ പീപ്പിൾ ഓഫ് കേരള, then we'll oppose you. Don't get aggrieved. ഇതിനകത്ത് അഗ്രീവ്ഡ് ആവേണ്ട കാര്യമില്ല. ബിക്കോസ് യു ആർ അവർ ചീഫ് മിനിസ്റ്റർ, ഓക്കെ, and we'll especially I like you because the way you do things. Once you make up your mind, you'll do it. That I like it. But the thing is that must be for a good cause, not for a bad cause, which has to be liked by the people of Kerala. That's all. Okay, nothing more to say. Goodbye.